നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടും സാർത്ഥകമായിട്ടുള്ള സംഭാഷണമായിരുന്നു കഴിഞ്ഞയാഴ്ച JB ജംഗ്ഷനിൽ നടന്നത്. ജഗതി ചേട്ടൻ്റെ വിവാദപുത്രി ശ്രീലക്ഷ്മി, ഒപ്പം അമ്മ. ശ്രീലക്ഷ്മി അച്ഛൻ്റെ വഴിത്താരയിൽ എത്ര കണ്ട് മുമ്പോട്ട് പോകുന്നു. ശ്രീലക്ഷ്മിയുടെ അഭിനയ ജീവിതത്തിലേക്ക് JB ജംഗ്ഷൻ ഈ എപ്പിസോഡിൽ എത്തി നോക്കുന്നു. ഹലോ ചേച്ചി, മകള് ഒരുപക്ഷെ ആ ദിവസത്തെ മാത്രമല്ല വരുന്ന ദിവസങ്ങളിലെയൊക്കെ വാർത്തകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായി മാറി. ഇത്രയും വലിയ കോളിളക്കം, ബഹളം, ഇരച്ചു കയറുന്നു. ഒരുപക്ഷെ ഒരു സിനിമയിലെ ഷൂട്ടിങ്ങിനെ പോലും വെല്ലുന്ന രീതിയിലുള്ള മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു. ഷോളൊക്കെ ഇട്ട് മറച്ചു കയറുന്നു, പിന്നീട് ഷോള് മാറ്റുന്നു, തിരിച്ചിറങ്ങുന്നു. അപ്പം ഈ കലാപരിപാടികളൊക്കെ മകൾ അനുഷ്ഠിക്കുമ്പോൾ എന്തായിരുന്നു കലയ്ക്ക് തോന്നിയത്? എനിക്കെന്ന് പറഞ്ഞാൽ ഞാനപ്പോൾ TV വെച്ചാ കാണുന്നത്. അപ്പോൾ എന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് വിളിച്ച് പറഞ്ഞു, ചേച്ചി പെട്ടെന്ന് TV വെക്കേ, ലച്ചു ചേട്ടൻ്റെ അടുത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ TV ലച്ചു എങ്ങനെ അവിടെ എത്തി? എനിക്കറിയില്ല, അവള് പള്ളിയിൽ പോയതാണല്ലോ എന്ന് പറഞ്ഞു. അയാളുടെ സ്ഥലമല്ലേ, കല്ലൂർ പള്ളി പോകുന്നതായിട്ടാണ് ഭരണകാലത്ത് പോയത്. കല്ലൂര് ഇടപ്പള്ളിയിലൊക്കെ പോയി കുറെ നേർച്ചയിടാൻ പോണെന്ന് പറഞ്ഞുകൊണ്ടാ പോയത്. എന്നിട്ട് ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോയിട്ട് അവിടെ എന്തോ ഡിന്നർ സംഭവമൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഞാൻ ഉച്ചയോടുകൂടി എത്തും എന്ന് പറഞ്ഞിട്ടാ പോയത്. ശരി, സന്തോഷമുള്ള എന്ന് പറഞ്ഞ വിട്ടതാ. അപ്പോൾ എന്നെങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ TV വെച്ചപ്പോൾ ദൈവമേ, ഈ പുലിമടയിലാണല്ലോ കൊച്ചിന്ന് ചാടിയിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് പുലിമടയിൽ എത്തിയത് കടുവയായിരുന്നു. അയ്യോ, ഞാൻ ഉടനെ തന്നെ നമ്മുടെ ദൈവത്തിനും ഞാൻ പെട്ടെന്ന് തിരി കത്തിച്ചു, കർത്താവിനെ ഒരു വഴിതിരി കത്തിച്ചു. ഞാൻ ഇഷ്ടംപോലെ കരഞ്ഞു പ്രാർത്ഥിച്ചു, ഭയങ്കരമായിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു. കുട്ടി പോയി തിരിച്ച് ഞാൻ പ്രാർത്ഥിച്ചത് അച്ഛൻ്റെ അരികിൽ ഒരു കസേര അവൾക്ക് കിട്ടണം, അവിടെ ഓടിയെത്തി എൻ്റെ കുട്ടിക്ക് കസേര കിട്ടണം എന്ന് ഞാൻ നല്ലവണ്ണം ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ എൻ്റെ ആ പ്രാർത്ഥന എല്ലാം കറക്റ്റായിട്ട് നടന്നു എന്നുള്ളത്. രണ്ടുപേരിൽ ആരുടെ പ്രാർത്ഥനയാണ് വലിച്ചത്? അമ്മയുടെ ആയിരിക്കും. ഞാൻ ഒത്തിരി പേടിച്ചു കേട്ടോ. എന്ന് വെച്ചാൽ അവരുടെ നാടല്ലേ. അപ്പൊ ഇവളൊന്നും പറഞ്ഞാൽ ഞാൻ വിടത്തില്ല. എനിക്ക് നമ്മളെല്ലാം പേടിക്കണമല്ലോ, അവള് പെൺകുട്ടിയല്ലേ. ഏത് സൈഡിൽ നിന്നാണ് എങ്ങനെയാണ് എന്ന് വെച്ചാൽ ആദ്യമേ നമുക്കുണ്ട് പേടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവർ ഏത് സൈഡിൽ നിന്നാണ് നമ്മളെ എന്ത് ചെയ്യണം എന്നറിയാം. അപ്പൊ ഒറ്റയ്ക്കാകുമ്പോഴത്തേക്ക് ഞാനും കൂടെ ഇല്ല. അപ്പൊ എങ്ങനെ പോണെന്ന് പറഞ്ഞെങ്കിൽ ഞാനും പോയേ. ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഓടിയെങ്കിലും കാറി കയറി. ഞാൻ പിന്നെ അമ്മയും പിടിക്കണം, അമ്മയും കൂടി ചുമന്നോണ്ട് പോകണ്ട. പക്ഷെ ഈ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോണ്ട് ഇത്രയും പ്രശ്നങ്ങൾ വന്നപ്പോഴും അവരുമായിട്ട് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് റിലാക്സ് ആവുമായിരുന്നു. ശ്രീലക്ഷ്മിക്ക് PC ജോർജ് പറഞ്ഞൊരു കാര്യം നേരത്തെ പറഞ്ഞുകൂടായിരുന്നു, അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. അത് സ്വാഭാവികമായിട്ട് പറഞ്ഞതാണോ, നേരത്തെ ശ്രീലക്ഷ്മി സൂചിപ്പിച്ചുള്ള രാഷ്ട്രീയക്കാരന്റെ ഒരു മെയ്വഴക്കത്തിൽ പറഞ്ഞതാണോ? രണ്ടും ആകാം. ഒന്നും റൂൾ ഔട്ട് ചെയ്യുന്നില്ല. രണ്ടും ആകാം. ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണോ? 50%, 45% മേ ബി. 45% മാത്രമേ അതിന് ഊന്നൽ കൊടുക്കുന്നുള്ളൂ. 55% സാഹചര്യത്തിന് സമ്മർദ്ദങ്ങളും ക്യാമറ കണ്ണുകൾ ഒന്നോ രണ്ടോ അല്ല. എന്നിട്ടും അപ്പോഴും അവിടെ ഉണ്ടായിരുന്നവരോട് ചോദിച്ചാൽ മതി, അവരോടൊന്ന് പറഞ്ഞു ഫോട്ടോ എടുക്കരുത് എന്ന് അവിടുന്ന് ആൾക്കാർ പറഞ്ഞു. അപ്പോഴേക്കും ഷാൻ ചേട്ടൻ പിടിച്ചിട്ട് പറഞ്ഞു, മോളെ മീഡിയാസ് ലൈവ് പൊക്കോണ്ടിരിക്കുക, ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞത് അതുപോലെ ലൈവായിട്ട് നിന്നെ സ്ക്രീനിൽ കാണും. പക്ഷെ മീഡിയാസ് ഉള്ളപ്പം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആയിരക്കണക്കിന് ക്യാമറകളാണ് നമ്മളെ നോക്കുന്നത്. അന്ന് എനിക്ക് ആകെയുള്ളൊരു സമാധാനം അതായിരുന്നു, ദൈവമേ മീഡിയക്കാരെങ്ങാനും ക്യാമറ ഓഫ് ചെയ്ത എന്റെ ജീവിതം ഇവിടെ തീർന്നു. പക്ഷെ കുറച്ച് പ്ലാനിങ് മനസ്സിൽ ചെയ്തിരുന്നു. അങ്ങനെയല്ല, വന്ന് കണ്ടു. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. വന്നു, പപ്പ വരുന്ന ഫംഗ്ഷൻ അല്ലേ, കേറി അവിടെ പോയി. പപ്പ സ്റ്റേജിലുണ്ട്, കുറേ മീഡിയ ആൾക്കാരും, വലിയ ക്രൗഡായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അയ്യോ ഞാൻ പപ്പയെ കണ്ടല്ലോ, പപ്പ എന്നെ കാണുന്നുണ്ടോ, ആഗ്രഹം കാണൂലേ എന്നെ കാണണം എന്ന്. അപ്പം ഇവരെല്ലാരും ഞങ്ങളെല്ലാവരും ഒരു ലൈനിൽ നിൽക്കുക. കുറച്ച് നോക്കിയപ്പോൾ ഇവർ നോക്കിയപ്പോൾ എന്നെ കാണുന്നില്ല. ഇവരാകട്ടെ ലച്ചോടെ പോയി. അവർ നോക്കിയപ്പോൾ അവിടെ സ്റ്റേജിൽ വലിയ ഉന്തും തള്ളു. അവരാകെ ടെൻഷനായി. അവർ രണ്ടുപേരും എവിടെ ഇങ്ങനെ ഇരുന്നു. ദൈവമേ, ഈ പെങ്കൊച്ചാണോ അതോ ഞങ്ങളുടെ ഒപ്പം വന്നതിന് വേറെ ആരെങ്കിലും ആണോ? ഇത്രയധികം ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനുശേഷം പാർവതി വിളിച്ചോ, പാർവതിയെ ബന്ധപ്പെട്ടോ? ഇല്ല, പുള്ളിക്കാരല്ലാണ്ട് ആലിഗേഷൻസ് ഉണ്ടാക്കിയതേ ഉള്ളൂ. ഗുണ്ടായിസം കാണിച്ചു, ഞാൻ സ്റ്റേജിൽ വന്നത് കാശ് ചോദിക്കാനായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ കാശ് ഒരു ഫാക്ടർ ആണല്ലോ കലച്ചേച്ചി. എന്താ കാരണം വെച്ചാൽ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ചർച്ചകളിൽ പുറത്തേക്ക് വരുന്നൊരു ഫാക്ടർ, അതായത് നിങ്ങൾ അമ്പിളിച്ചേട്ടൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നത്
അല്ലെങ്കിൽ ഒരു ഭാര്യ എന്ന നിലയിൽ അല്ലെങ്കിൽ മകൻ എന്ന നിലയിൽ ഒരു അംഗീകാരം വേണമെന്ന് വാശി പിടിക്കാനുള്ള കാരണം, ഇതിലൊക്കെ അന്തർലീനമായി കിടക്കുന്നത് പണം എന്നുള്ള ഈ 2 അക്ഷരങ്ങളാണ് എന്നൊക്കെയുള്ള കിംവദന്തികളും ഊഹാപോഹങ്ങളും ഇങ്ങനെ പ്രചരിക്കുന്നത്. എന്തായിട്ടാണ് ചേച്ചി? അല്ല, അവർക്ക് മെയിൻ അതാണ് സംഭവം വേണ്ടത്. അത് അവർക്ക് വേണ്ടത്, അവർക്ക് വേണ്ടത് അതാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ അച്ഛനെ മകൾ കാണാൻ ചെല്ലുമ്പോൾ പണത്തിന് വന്നു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മകൾ അച്ഛനെ കാണാൻ വന്നു എന്നുള്ളതല്ലല്ലോ അവർ പറയുന്നത്. അവർ പറയുന്നത് പണത്തിന് വന്നു എന്നല്ല അവർ പറയുന്നത്. അവർക്ക് വേണ്ടത്, അതും അമ്പിളിച്ചേട്ടൻ തന്നെ പറഞ്ഞുണ്ടല്ലോ, പണവും പ്രശസ്തിയും മാത്രം മതി എൻ്റെ ആൾക്കാർക്ക്, എന്നെ വേണ്ട എന്നൊരു സംഭവം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റാമ്പ് പേപ്പറിലങ്ങ് എഴുതിയിട്ടൂടെ ശ്രീലക്ഷ്മി, അച്ഛൻ്റെതായ ഒരു സ്വത്തും ഞങ്ങൾക്ക് വേണ്ടതില്ല? ഞാൻ ഇതുവരെ പറഞ്ഞ ഒരു കാര്യത്തിലും പപ്പയുടെ സ്വത്തോ കാശോ ഇതുവരെ ഞാൻ കൊടുത്ത ഒരു ഇന്റർവ്യൂസിലോ പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇപ്പം എനിക്ക് ഈസിയായിട്ട് ഒരു സ്റ്റേ കൊടുത്തിട്ടാ മതി. ഇപ്പൊ കോടാനുകോടി രൂപ ഇപ്പൊ ഇൻഷുറൻസ് സംഖ്യയായിട്ട് കിട്ടി. ആ തുകയൊക്കെ ചികിത്സയ്ക്ക് മുടക്കണമെന്നൊക്കെ അല്ലേ ശ്രീലക്ഷ്മിയുടെ ആഗ്രഹം? അല്ലേ? അത് മുടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ചില സന്ദേഹങ്ങളുണ്ട്. അറിയില്ല എന്നുള്ളത് തന്നെ ഒരു സന്ദേഹമാണ്, ഒരു സംശയമാണ്. അതാണല്ലോ അറിയില്ലാത്തതുകൊണ്ട്. അല്ല, എനിക്കറിയില്ലല്ലോ കാശ് കിട്ടിയോ ഒന്നും എനിക്കറിയില്ല. കാശ് കിട്ടിയെന്നുള്ള വസ്തുതയാണ്, അപ്പം എനിക്കറിയില്ല. അതൊരു വസ്തുതയാണ്. എന്ത് ചെയ്തൊന്നും എനിക്കറിയില്ല. എന്തായാലും ശ്രീലക്ഷ്മിക്ക് ഒരു തരത്തിലും അച്ഛന്റെ ഒരു സ്വത്തിൽ ഒരു നോട്ടവുമില്ല. അതിപ്പം ഞാൻ ഇത്ര പബ്ലിക്കായി പറയുന്നത് എനിക്ക് വേണ്ട. ഞാൻ വേണേ എനിക്കുള്ളത് വിറ്റിട്ടായാലും ഞാൻ പപ്പയെ ട്രീറ്റ് ചെയ്തോളാം. അത് ഞാൻ ഇപ്പം പറയാം. എനിക്ക് വേണ്ട. എനിക്ക് വേണമെങ്കിൽ ഓബിയസ്ലി ഒരു വീട് മാത്രമാണ് അത് കൊടുത്തിട്ടെങ്കിലും വല്ലത് കിട്ടുമെങ്കിൽ അത് ഞാൻ ചെയ്തോളാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്റ്റേ കൊടുത്താൽ പോരെ. അല്ലെങ്കിൽ ഞാൻ ഇതുവരെ അവരെ മുന്നിൽ ചെന്നിട്ടില്ലല്ലോ. എനിക്ക് കോളേജ് ഫീസ് അടയ്ക്കണം, എനിക്ക് ഇത്ര കാശ് തരണം, അല്ലെ എന്നെ നിങ്ങൾ നോക്കണം എന്നൊരു ആരോപണം ഇതുവരെ വെച്ചിട്ടില്ല. എന്നെ നിങ്ങൾ നോക്കണം, എനിക്ക് 18 വയസ്സായിട്ടേ ഉള്ളൂ, ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. എങ്ങനെയാ ചെലവ് കഴിഞ്ഞു പോകുന്നത്? മോളധ്വാനിക്കുന്നു, അധ്വാനം. ഒരുപക്ഷെ അമ്പിളിച്ചേട്ടൻ നേരത്തെ കണ്ടിരുന്നു കല ഇവിടെ, ഈ കലയല്ല, ഈ കലയെ കൂടി സംരക്ഷിക്കാനുള്ള ഒരു കലാവാസന ഈ കുട്ടിയിലുണ്ട് എന്നുള്ള കാര്യം അമ്പിളിച്ചേട്ടൻ തിരിച്ചറിഞ്ഞത്. അപ്പയാണ് ആദ്യമായിട്ട് ആങ്കർ ആയിട്ട് കൊണ്ടുവരുന്നത്. ആദ്യം കൊച്ചുകുട്ടിയായിട്ട് കൈരളി ടിവിയുടെ ആദ്യമായിട്ട് കൈരളി ടിവിയിലാണ് സ്ക്രീനിന്റെ മുന്നിൽ വരുന്നത്, കിളിക്കാമ്പട്ടി എന്നൊരു പാട്ട് ഷോയിലൂടെ. അപ്പം അങ്ങനെ പപ്പ അറിഞ്ഞു തുടങ്ങിയ പാട്ടൊക്കെ പാടി തുടങ്ങിയല്ലേ. എന്ത് പാട്ടായിരുന്നു അന്ന് പാടിയത്? അന്നും ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നു. ഏതായിരുന്നു? കണ്ടാങ്കേ കണ്ടാങ്കേ കട്ടി വന്ന പൊണ്ണ് കണ്ടാലേ കിറുക്കേ തൂങ്കഞ്ചാ വെച്ച കണ്ണ് இந்த கண்ணுக்கு 5 லட்சம் தாரேண்டி இந்த நெஞ்சுக்கு சொத்தெழுதி தாரேண்டி முத்தம் தரியா ஓ അയ്യോ. ഹലോ ശ്രീലക്ഷ്മി പോലൊരു കുട്ടിയെ കാരണവരിൽ നായികയായിട്ട് സജസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. കാരണം പ്രതിഭാധനനായ ഒരു അച്ഛൻ്റെ മകൾ ആദ്യമായി സിനിമയിലേക്ക് നായിക വേഷത്തിൽ പരിഗണിക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ കൈകളിലൂടെ അവൾ വെളിച്ചത്തേക്ക് വരുന്നു എന്നുള്ള വലിയൊരു ക്രെഡിറ്റ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ള വലിയൊരു ചരിതാർത്ഥ്യമുണ്ട്. ഒരിക്കൽ പോലും ശ്രീലക്ഷ്മി എനിക്ക് സെറ്റിൽ ഒരു കാരണത്തിനും വഴക്ക് പറയേണ്ടി വന്നിട്ടില്ല. അത് അവളുടെ ഒരു വലിയ പ്ലസ് പോയിൻ്റാണ്. കാരണം സാധാരണ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾ കാണിക്കുന്ന ഒച്ച വെപ്പുകളോ ബഹളങ്ങളോ അനുസരണക്കേടോ ഒന്നും അവളിൽ കണ്ടില്ല. എപ്പോഴും വളരെ കൂൾ ഹെഡഡായിട്ടാണ് അവൾ നിന്നിരുന്നത്. അതിന് പ്രത്യേകിച്ച് അവളുടെ അമ്മയ്ക്കാണ് ഞാൻ അതിനുള്ള ഒരു അഭിനന്ദനം കൊടുക്കേണ്ടത്. എനിക്ക് പക്ഷേ 2 കംപ്ലൈൻറ്റ് ശ്രീലക്ഷ്മിയെ പറ്റിയുണ്ട്. ഒന്ന്, നീ ഏത് ഇൻ്റർവ്യൂകളിലും പാട്ട് പാടാൻ പറഞ്ഞുകൊണ്ട് തമിഴ് പാട്ട് പാടുന്നു. ഇനി മേലാൽ തമിഴ് പാട്ട് പാടരുത്, മലയാളം പാട്ട് പാടണം. രണ്ടാമത്തത്, മലയാളം നല്ലപോലെ സംസാരിക്കാൻ നിനക്കറിയാം, പക്ഷെ നീ ചില ചാനലുകളിലൊക്കെ ആങ്കർ ചെയ്തിട്ടുണ്ട്, ഒരു ആങ്കർ ഭാഷയുണ്ട്, അത് മേലാൽ വരരുത്. സംസാരിക്കുമ്പോൾ വ്യക്തമായി സംസാരിക്കാൻ പഠിക്കുക. അവിടെ അച്ഛൻ്റെ മകളായിട്ട് കാണിക്കണം, വ്യക്തത വേണം, വാക്കുകൾ വ്യക്തത വേണം, കുഴഞ്ഞ് കൊഞ്ചി അങ്ങനെയുള്ള സംസാരം പാടില്ല. അതൊക്കെ ഒരു ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാവിധ ഭാവങ്ങളും ശ്രീലക്ഷ്മിക്ക് ഞാൻ നൽകുന്നു. നാളത്തെ മലയാളം അറിയപ്പെടുന്ന നടിയായിട്ട് നീ വളരട്ടെ. സന്ധ്യ, അപ്പൊ സന്ധ്യയുടെ, പക്ഷേ എനിക്ക് ഞാനൊരു കാര്യം കറക്റ്റാണ്, പക്ഷെ ഞാൻ എൻ്റെ ഒരു അനുമാനം പറയട്ടെ. ശ്രീലക്ഷ്മിയുടെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു തലത്തിലുള്ള ഏതൊരു കുട്ടി
മലയാളം കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ വളരെ ഭംഗിയായിട്ടാണ് ശ്രീലക്ഷ്മി മലയാളം കൈകാര്യം ചെയ്യുന്നത്. വളരെ അപ്രോപ്രിയറ്റ് ആയിട്ടുള്ള, വളരെ കറക്റ്റായിട്ടുള്ള വെക്കാബുലറി പോലും ഉപയോഗിക്കുന്നത്. അതായത് പദസൂചിക പോലും വളരെ കൃത്യനിഷ്ഠയോടെ ആണ് ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ പിന്നെ ഒരു പദത്തിന് പകരം വേറൊരു പദം ഉപയോഗിക്കാം, പക്ഷെ അത് ചേരുംപടിയാകില്ല. പക്ഷെ വളരെ കറക്റ്റായിട്ട്, വളരെ കൃത്യതയോട് കൂടിയിട്ട് പദാവലികൾ തിരഞ്ഞെടുക്കുന്നു. അതിൽ എനിക്ക് തോന്നുന്നു അമ്പിളിച്ചേട്ടൻ്റെ ഈ ഭാഷാപരമായിട്ടുള്ള ഒരു കഴിവും സിദ്ധിയും എങ്ങനെയോ കരച്ചേച്ചരി ആകാൻ സാധ്യതയില്ലല്ലോ. ഇല്ല, അവൾക്കൊരു മതിപ്പില്ല കേട്ടോ. അമ്പിളിച്ചേട്ടൻ്റെ മതിലുണ്ട്. രണ്ടാമത്തെ കാര്യം, അവിടെ അമ്പിളിച്ചേട്ടൻ്റെ വൈറസ് കൂടി. പുള്ളിയും ഈ പ്രണയരംഗങ്ങളൊക്കെ വരുന്ന സമയത്ത് കരച്ചേച്ചരി കൂടെ മറ്റേ തമിഴ് പാട്ടേ പാടിയിട്ടുള്ളൂ. അപ്പോൾ ഈ തമിഴിലേക്കുള്ളൊരു ചായ്വ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീലക്ഷ്മിയെ വളരെയധികം സ്നേഹിക്കുന്ന സന്ധി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു മലയാളം പാട്ട്. ഓക്കെ. മധുരിക്കും ഓർമ്മകളെ മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയോ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. എന്തല്ല കൂടോത്രമാണോ? ഞാൻ ആദ്യമേ പറഞ്ഞില്ല എന്റെ അമ്മ ഭയങ്കര വിശ്വാസിയാണെന്ന്. അമ്മയും പപ്പയും ഇത് പഠിക്കാൻ വേണ്ടിട്ട് കെട്ടിയതാണ്. ഞാൻ വീട്ടിൽ ഇരുന്ന് ബുക്ക് തുറക്കുന്ന ആളല്ല. കിട്ടിയ ശേഷം മാറ്റമുണ്ടോ? ഞാൻ ഇപ്പോഴും ബുക്ക് തുറക്കാറില്ല. അപ്പൊ എന്റെ അമ്മയുടെ വിചാരം, ഓ ഇവള് പഠിക്കുന്നില്ല ഇത്. പക്ഷെ ഒരുപാട് നാളായി, പപ്പ ഉള്ള സമയം ഇട്ടതാണ്. 10ാം ക്ലാസ് ആയിരുന്നല്ലോ. അപ്പൊ 10ാം ക്ലാസ് മോള് പഠിക്കണേ എന്നാൽ ഞാൻ ബുക്ക് കൈ കൊണ്ട് തൊടില്ല. ഇപ്പോഴും വീട്ടിൽ വന്നാലും എൻ്റെ അമ്മ എന്നെ ബുക്ക് തൊട്ട് കണ്ടിട്ടില്ല. ഞാൻ ക്ലാസ്സിലിരുന്ന് എന്താണോ കേൾക്കുന്നത് അതാണ് ഞാൻ എഴുതാറ്. അല്ലാണ്ട് വീട്ടിൽ വന്നിരുന്ന് പഠിക്കണ ശീലമൊന്നുമില്ല. ക്ലാസ്സിലിരുന്ന് കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനൊക്കെ ഉള്ള ഒരു കഴിവില്ലേ? ഹോംവർക്ക് മറ്റേ ഈ പറഞ്ഞ ട്യൂഷൻ മറ്റു കാര്യങ്ങളൊക്കെ? ട്യൂഷൻ ഉണ്ട്. ഇപ്പം ഇങ്ങനെ ഓൺ ചെയ്യാനൊക്കെ തുടങ്ങി, ജോലി അങ്ങനെയൊക്കെ വന്ന് തുടങ്ങിയപ്പോ. തിരക്കിനിടയിൽ പഠിത്തം ഒന്നും അവതാളത്തിലായി പോവോ? ഇല്ല. യു ആർ വെരി ക്ലിയർ അബൌട്ട്. വെരി ക്ലിയർ അല്ലേ? യെസ്. എന്തായാലും ഒരു ഗ്രാജുവേഷൻ എടുത്തിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിട്ട് അടങ്ങുള്ളൂ. പോസ്റ്റ് ഗ്രാജുവേഷൻ. ഇപ്പൊ ഗ്രാജുവേഷൻ ആണ് പഠിക്കുന്നത്. ഇപ്പൊ ഗ്രാജുവേഷൻ ഫൈനൽ ഇയർ. പക്ഷെ സിനിമ തന്നെയല്ലേ ജീവിതം? സിനിമ തന്നെയാണോ ജീവിതം എന്ന് വെച്ചാൽ എനിക്ക് സിനിമ ഒരു 75% എൻ്റെ ജീവിതമാണ്. പ്ലസ് എൻ്റെ പപ്പയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്നെ ഒരു സിവിൽ സർവീസ് എഴുതിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ പപ്പ തന്നെ എനിക്ക് വേണ്ടി ബുക്സ് കൊണ്ടുവരും, എനിക്ക് വേണ്ടി പഠിപ്പുര പത്രത്തിൽ നിന്ന് വെട്ടി ഒട്ടിച്ച് ബുക്കിലാക്കി കൊണ്ടുവരും. അപ്പം എനിക്ക് വേണ്ടി അത്രയധികം ഞാൻ അധ്വാനിക്കുന്നതിനേക്കാളും കൂടുതൽ അധ്വാനിച്ച ഒരാളാണ് പപ്പ. അപ്പം പാസ്സാവോ 1ാം റാങ്ക് കിട്ടുക ഒന്നുമല്ല എൻ്റെ ആഗ്രഹം. പപ്പയുടെ ആഗ്രഹ പ്രകാരം ബിരുദാനന്ദ ബിരുദവും ഒപ്പം സിവിൽ സർവീസ് എക്സാമും എഴുതും. അപ്പം ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് സിവിൽ സർവീസ് കിട്ടുന്ന ഒരു സിനിമാ നടി. ഒരു അഭിനേത്രിക്ക് പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ട്, എഞ്ചിനീയർമാർക്ക് കിട്ടിയിട്ടുണ്ട്, ഡോക്ടർമാർക്ക് കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ ഒരു മുൻനിര സിനിമാ നടിക്ക്, ഒരു അഭിനേത്രിക്ക് ഇതുവരെ IAS കിട്ടിയിട്ടില്ല. അത് കിട്ടാൻ പോവാണ് ചിലപ്പോ. ശ്രീലക്ഷ്മിയുടെ അഭിനയ ജീവിതം ഒരുപാട് സിനിമകളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ചെറിയ പ്രായത്തിൽ ഒരു പക്ഷേ ആ പ്രായത്തിലുള്ള മറ്റു കുട്ടികൾക്ക് സാധിക്കാത്ത ഒരുപാട് മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചു. അവിടെയും എനിക്ക് തോന്നുന്നു ഒരു കുലഗുരു എന്ന് പറയുന്നത് അമ്പിളിച്ചേട്ടൻ തന്നെയായിരുന്നു. എന്തിന് ശ്രീലക്ഷ്മിയുടെ മലയാളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ നടന്മാരുടെയും നടികളുടെയും കുലഗുരു അമ്പിളിച്ചേട്ടൻ തന്നെ. പപ്പ നമ്മളിപ്പോൾ ഉള്ളപ്പോൾ ഇത്രയും വലിയൊരു ആക്ടറാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യൂല. എനിക്ക് ആക്ടർ എന്ന രീതിയിലല്ലല്ലോ, എനിക്ക് ആസ് എ ഫാദർ എന്നായിരുന്നു. അപ്പോൾ എല്ലാവരോടും ചോദിക്കും, പപ്പ വീട്ടിലെങ്ങനെയാ, പപ്പ പുറത്തിറങ്ങിയ ജാടാണ്, നിന്റെ പപ്പയുടെ ഒരു ഓട്ടോഗ്രാഫ് കൊണ്ടുവരും. അപ്പോൾ ഞാൻ പപ്പയോട് ചോദിക്കും, പപ്പ എന്താ ഇത്ര അധികം ആൾക്കാർ ഇങ്ങനെ ബിഹൈൻഡ് യു? അപ്പോൾ പറയാം, അത് നിനക്ക് ഒരു ദിവസം മനസ്സിലാവും. ചിലപ്പോൾ എനിക്കും അറിയില്ല ഞാൻ എന്നെ ഇത്ര അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് ചിലപ്പോൾ എനിക്കും അറിയില്ലായിരിക്കും. പക്ഷെ അന്ന് എനിക്ക് ജഗദീഷ് ശ്രീകുമാർ എന്നൊരു ആക്ടറിൻ്റെ മൈലേജ് എത്രയാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു. ബട്ട് നൗ ഐ അണ്ടർസ്റ്റാൻഡ് എന്തുമാത്രം മൈലേജ് ആണ്. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്ന പോലും പപ്പയുടെ പേരിലല്ലേ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഗ്രേറ്റ് ആക്ടറിന്റെ മകളായതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അമ്പിളിച്ചേട്ടൻ എപ്പോഴും ഒരു സംസാരത്തിൽ പറഞ്ഞ ഈ അമ്പിളിച്ചേട്ടൻ സ്വന്തമായിട്ടുണ്ടാക്കിയ 3 രസം ഉണ്ടല്ലോ, അതിൽ 1-2 വീട്ടിൽ നിന്ന് പഠിച്ചാണെന്നാ പറഞ്ഞത്. ആണോ അമ്മ? ഏതാ പഠിപ്പിച്ചു കൊടുത്ത പറ. ഞാൻ പഠിപ്പിച്ചില്ല, സ്വന്തമായിട്ട് പറഞ്ഞതാണ്. സ്വന്തം ഉണ്ടാക്കി പറഞ്ഞാണ്. പക്ഷെ ഉണ്ടാക്കി പറയാന്നുള്ള ബിരുദനാണ്.
പക്ഷെ ആ ശൃംഗാരഭാവം എന്തായാലും കരച്ചേച്ച് കണ്ടിട്ടുണ്ടാവൂല്ലോ ഒരുപാട്. ഇല്ലേ? ശൃംഗാരവും രൗദ്രവും ഒക്കെ കണ്ടിട്ടുണ്ട്. രൗദ്രം കണ്ടിട്ടുണ്ട്. എന്റെ പപ്പയ്ക്ക് രൗദ്രം വന്നാ പിന്നെ ശിവന്റെ താണ്ഡവമാണ്. പപ്പയ്ക്ക് ദേഷ്യം ഞാൻ അപ്പം തന്നെ അമ്മയോട് പറയും, അമ്മേ ഞാൻ ഉറങ്ങാൻ പോവാണ്, എന്നെ നാളെ വിളിച്ചാൽ മതി, ഞാൻ അപ്പം തന്നെ കിടന്നുറങ്ങും. പിന്നെ ഒരു മാലപ്പടക്കമാണ്. പിന്നെ മാലപ്പടക്കമാണ്. ദേഷ്യം വന്നാ ഈസ് ലൈക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആര് വിളിച്ചാലും ഇവിടെ വന്ന് കേറിയിട്ടുണ്ടല്ലേ? ആ ബാധ വന്ന് കേറിയിട്ടുണ്ട്. ദേഷ്യം വന്നാ എന്താണ് നശിപ്പിച്ച് കളയും. പാത്രമൊക്കെ എടുത്തെറിയോ? അല്ല, കയ്യിലെ മൊബൈലാണെങ്കിൽ അപ്പം നശിപ്പിച്ച് കളയും. എത്ര മൊബൈൽ പോയിട്ടുണ്ടെങ്കിൽ? 2-3 പോയി. അങ്ങനെ 3 മൊബൈൽ അടിച്ചു പൊടിച്ച് കളഞ്ഞ കുട്ടി. അതെ, ദേഷ്യം വന്ന ഫ്രണ്ട്സിനോട് എന്തോ സംസാരിച്ചതാ. അങ്ങനെ സംസാരിച്ച് ദേഷ്യം വന്ന മൊബൈൽ എടുത്ത് പടക്കേന്നിട്ടു. ഞാൻ അപ്പുറത്തുനിന്ന് ക്യാച്ച് പിടിക്കുന്നു. അമ്മയും എടുത്തില്ല. പിന്നെ ഞാൻ തന്നെ എല്ലാം കഴിഞ്ഞ് പോയി എടുത്തപ്പോഴേക്കും ഫോൺ ഓൺ ആവുന്നില്ല. അങ്ങനെ അച്ഛന് ചില ഗുണങ്ങളുണ്ട്. എന്റെ ഫ്രണ്ട് ചോദിച്ച പോലെ അച്ഛന്റെ നല്ല ഗുണങ്ങൾ എന്താന്ന് വെച്ചാൽ, ആദ്യ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ അച്ഛന്റെ ആ ഓർമ്മകൾക്ക് മുമ്പിൽ ഒന്ന് നിന്ന ശേഷമാണ് ശ്രീലക്ഷ്മി പോയത്. ഇപ്പോഴും ഞാനൊരു പ്രോഗ്രാമിനെല്ലാം ക്യാമറക്ക് മുന്നിൽ വന്നാൽ എപ്പോഴും പ്രാർത്ഥിച്ചിട്ടേ വരാറുള്ളൂ. ഞാനിപ്പോൾ സംവിധാനം ചെയ്ത വൺസ് അപ്പോൺ എ ടൈം ദേർ വാസ് എ കള്ളൻ എന്ന ചിത്രത്തിൽ നായികയെ അന്വേഷിച്ച് കുറേ അലഞ്ഞു. എൻ്റെ മനസ്സിലുള്ള ആ ഒരു മലയാളി പെൺകുട്ടിയുടെ മുഖം ഒടുവിൽ ചെന്നെത്തിയത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ അമ്പിളിച്ചേട്ടൻ്റെ മകളിലാണ്, ശ്രീലക്ഷ്മി. സത്യത്തിൽ കുറേ ആൾക്കാർക്ക് വേണ്ടി ശ്രമിച്ചു. ഒടുവിൽ ഒരു നിമിത്തം പോലെയാണ് ശ്രീലക്ഷ്മിയിൽ എത്തിച്ചേർന്നത്. ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ ഈ കഥ ഞാനും ശ്രീ കലവൂർ രവികുമാറും പറയുമ്പോൾ ആ കഥാപാത്രത്തെ ഏത് രീതിയിലാണ് ശ്രീലക്ഷ്മി കൺസീവ് ചെയ്തത്? വൺസ് അപ്പോൺ എ ടൈം ദേർ വാസ് എ കള്ളൻ ഇതുവരെ റിലീസ് ആയിട്ടില്ല, റിലീസ് ആവാൻ പോകുന്നേ ഉള്ളൂ. ആ സിനിമയുടെ സ്ക്രിപ്റ്റ് രവിചേട്ടൻ എന്ന് പറഞ്ഞാൽ നവ്യ, ഭാവന, അങ്ങനെ ഒരുപാട് മലയാളികൾക്ക് ഇഷ്ടമുള്ള നായികകളെ ആദ്യമായി മലയാളത്തിലുള്ള മലയാളികൾ ഇഷ്ടപ്പെടുന്ന നായികമാരെ കൊണ്ടുവന്ന ഒരാളാണ് രവിചേട്ടൻ. അപ്പോൾ രവിചേട്ടൻ്റെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് കേട്ടപ്പോൾ ശരിക്കും ശ്രീലക്ഷ്മിയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിരുന്നു അതിൽ വിനീത എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഞാൻ കേട്ട് ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, രവിചേട്ടാ എന്നെ തപ്പിപ്പിടിച്ച് എൻ്റെ അടുത്ത് വന്നതാണ്. അയ്യോ, രവിചേട്ടനുണ്ടോ? ഹായ്, ശ്രീലക്ഷ്മിയോടുള്ള എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, എനിക്ക് പലപ്പോഴും ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ ജയതിച്ചേട്ടനോട് കഥ പറയുമ്പോൾ തോന്നിയിട്ടുള്ളത്, അദ്ദേഹം ആ കഥയിൽ തൻ്റെ പങ്ക്, തൻ്റെ റോളിൻ്റെ ഇമേജ് ഒരിക്കലും നോക്കാറില്ല. ഏതൊരു കഥാപാത്രമാണ്, അത് നെഗറ്റീവാണോ അല്ലെങ്കിൽ അങ്ങനെ പോസിറ്റീവാണോ, അതൊന്നുമല്ല. ആ കഥാപാത്രം എന്താണ്, ആ സിനിമയിലെ ആ കഥാപാത്രത്തിൻ്റെ പങ്ക് എന്താണെന്ന് ആലോചിച്ചിട്ടുള്ളൂ. അതായത് തൻ്റെ പ്രതിച്ഛായ ഒരിക്കലും അദ്ദേഹം ആലോചിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് പലപ്പോഴും, പ്രത്യേകിച്ച് നായിക നടിമാരോട് കഥ പറയുമ്പോൾ എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടുള്ളത്, അവരുടെ റോളിനെ കുറിച്ച്, അത് നെഗറ്റീവ് ആവരുത്, അല്ലെങ്കിൽ ഒരു ഈവൻ ഒരു എന്താ പറയുക, ഒരു ഗ്രേ ഷെയ്ഡ് പോലും ഉണ്ടാവുന്ന റോളുകൾ ചെയ്യാൻ അവർക്ക് മടിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടാണ്. എന്താണ് ശ്രീലക്ഷ്മി പുതിയ അതായത് സിനിമയിലേക്ക് വരുന്ന പുതിയ കുട്ടികളിൽ ഒരാളാണ്. ശ്രീലക്ഷ്മി എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ശ്രീലക്ഷ്മി റോളുകൾ തിരഞ്ഞെടുക്കുന്നതിൽ എന്താണ് മാനദണ്ഡം? പ്രതിച്ഛായ ശ്രീലക്ഷ്മിക്ക് ഒരു പ്രശ്നമാണ്. ഈ റോള് പറഞ്ഞപ്പോൾ എന്തായിരുന്നു ആദ്യം? രവിചേട്ടൻ ആദ്യമത്തെ സ്ക്രിപ്റ്റ് പറഞ്ഞു. വിനീത എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അച്ഛനുണ്ട്, പക്ഷെ അച്ഛൻ വേറൊരു ഫാമിലി ആയിട്ട് ലിവിങ് ടുഗെദറാണ്. അപ്പോൾ അമ്മയും മോളും ഒരു അനിയനും അനിയത്തിയുമാണ് ശ്രീലക്ഷ്മിക്കുള്ളത്. അപ്പോൾ ശ്രീലക്ഷ്മി വർക്ക് ചെയ്താണ് ഈ കുടുംബം നോക്കുന്നതും. അച്ഛൻ ഹെൽപ്പിനില്ല. ഞാൻ പറഞ്ഞു, ഓക്കെ, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സ്ട്രേറ്റ് ഓപ്പോസിറ്റാണ്. പക്ഷെ എവിടേക്കോ ശ്രീലക്ഷ്മിനെയും ചുറ്റിപ്പറ്റി വന്നിട്ടുണ്ട്, ഒന്ന് ഇട കയറി കിടപ്പുണ്ട്. അപ്പം ആ റോൾ എനിക്ക് ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ വന്നപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. പല ഡയലോഗ്സ് പറയുമ്പോഴും ഞാൻ ആലോചിക്കുക, ദൈവമേ, ഈസ് ഇറ്റ് ലൈക്ക് പലപ്പോഴും ശ്രീലക്ഷ്മിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരുന്നു വിനീത. അതാണ് എനിക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്നത്. പിന്നെ രവിചേട്ടൻ ചോദിച്ച പോലെ ഞാൻ റോൾസ്, എനിക്ക് ഇങ്ങനെ 1000കണക്കിന് സിനിമ ചെയ്യണം അല്ലെങ്കിൽ 5000 സിനിമ ചെയ്യണം അങ്ങനെയൊന്നും ആഗ്രഹമില്ല. 10 സിനിമയാണെങ്കിൽ 10ഉം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രം ചെയ്യണം. 10 സിനിമ ആയാലും ശ്രീലക്ഷ്മി അതിൽ ചെയ്ത ക്യാരക്ടർ നന്നായിരുന്നു കേട്ടോ. എൻ്റെ ആദ്യത്തെ ഇപ്പം റിലീസായത് ഓടും രാജ ആടും റാണി, അതിൽ ഞാൻ ചെയ്തത് എൻ്റെ 18 ഇയേഴ്സിൽ ഞാൻ ചെയ്തത് ഒരു 30+ ഏജുള്ള ഒരു ക്യാരക്ടറാണ്. അത് ചിലപ്പോൾ എനിക്ക് ഫീൽ ചെയ്തേക്കാം, അയ്യോ ഇപ്പം ഞാൻ അത്രയും ഏജ് ആയിട്ടുള്ള ചെയ്താൽ ഇനി എനിക്ക് പ്രശ്നമാവോ, അങ്ങനത്തെ റോൾസ് വരും. അങ്ങനെയല്ല ഞാൻ ആലോചിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിനിമകളിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടാൻ പാടാണ്.
ചെയ്തു നോക്കാം, അതൊരു ചാലഞ്ച് അല്ലേ. ശ്രീലക്ഷ്മി ഗ്ലാമർ റോളുകൾ, അങ്ങനെയുള്ള ഇപ്പൊ ഫാസ്റ്റ് നമ്പേഴ്സ്, ഐറ്റം നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സിനിമയിൽ അതൊക്കെ വലിയ ചേരുവകളാണ്. ഇതിനോടൊക്കെ ഉള്ള സങ്കല്പം എന്താണ്? ഞാനൊരു ഡാൻസറാണ്, പക്ഷെ വൾഗാരിറ്റി കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ ചെയ്യും. ഇപ്പം മലയാളത്തിലേക്ക് വരുന്ന പിച്ച് വെച്ച് വരുന്ന നടികളുടെയൊക്കെ മനസ്സിൽ ചില പ്രതീകങ്ങളുണ്ടാവും. പഴയകാല നടികൾ, പിന്നീടുള്ള വേണമെങ്കിൽ മഞ്ജു വാര്യർ, കാവ്യ മാധവൻ, അങ്ങനെ ഒരുപാട് നടികളുണ്ടാവും. എന്താണ് ശ്രീലക്ഷ്മിയുടെ മനസ്സിലുള്ളൊരു? എനിക്കെപ്പോഴും ഞാൻ തന്നെ ആയിരിക്കണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ആരെയും അതേപോലെ കോപ്പി ചെയ്യാൻ ആഗ്രഹമില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഹീറോയിൻ ശോഭന മാം. ബിക്കോസ് മാം ഒരു ഗ്രേറ്റ് ഡാൻസറാണ്. പുള്ളിക്കാരുടെ പാഷൻ ഇറ്റ്സെൽഫ് ഇസ് ഡാൻസ്. പക്ഷെ ആ ഡാൻസർ സ്ക്രീനിലേക്ക് വരുമ്പോൾ ഷീസ് നോട്ട് എ ഡാൻസർ എനിമോർ. അവിടെ പുള്ളിക്കാരി ആ ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഡാൻസ് പുള്ളിക്കാരി അതിൽ ഒരുപാട് ഹെൽപ്പും ചെയ്യുന്നുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ഹീറോയിൻ ശോഭന മാം. ഓടൻ രാജയാണ് അഭിനയത്തിന്റെ ഒരു കഴിവ് എങ്ങനെയാണെന്നൊന്ന് മാറ്റുരയ്ക്കാൻ വേണ്ടി തന്ന സിനിമ അല്ലേ? അതിനകത്തൊരു വേറൊരു സന്ദർഭവശാൽ പറഞ്ഞു പോകേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഒരു വലിയൊരു നടി കാലുമാറിയതുകൊണ്ടാണ് എനിക്ക് വന്നത്. പ്രിയാമണിയെ കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ പ്രിയാമണി അഭിനയിക്കേണ്ട റോളിലാണ് ശ്രീലക്ഷ്മി വന്നത്. അപ്പൊ അങ്ങനെ ഒരു വശവും കൂടി ഇതിനകത്തുണ്ട്. അത് ഏറ്റവും വലിയ പോസിറ്റീവ് വശമാണ്. വരട്ടെ. എൻ്റെ കാസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മലയാളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ ആക്ട്രസുകളുടെയും അടുത്ത് പോയിട്ടുണ്ട്. ഒരുവിധപ്പെട്ട എല്ലാവരും സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു, ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുകയും പിന്നീട് കൂടെ അഭിനയിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കിയിട്ട് ഇതിൽ നിന്ന് സ്ലിപ്പ് ചെയ്യുകയും ചെയ്തു. അതൊരിക്കൽ നമ്മുടെ JB ജംഗ്ഷനിൽ തന്നെ ഇത് ചർച്ച ചെയ്യപ്പെട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ പുതിയ തലമുറയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് സിനിമയോടല്ല, ആ കഥാപാത്രത്തോടല്ല, ഇതിൻ്റെയൊക്കെ പുറമേയുള്ള ഒരു തരം പകിട്ടിൻ്റെ പുറകെ പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. വല്ലാതെ നമ്മളെ ഹർട്ട് ചെയ്ത ഒരു സംഭവമാണ്. ഇനിയിപ്പോൾ ശ്രീലക്ഷ്മിയും വളർന്നു വരുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇനി എന്തായിരിക്കും ശ്രീലക്ഷ്മി? അതൊരു ബേസിക് നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. അതെന്തായിരിക്കും എന്ന് അറിയാനൊരു താല്പര്യമുണ്ട്. എന്താണ്, സിനിമയാണോ, കഥാപാത്രമാണോ, അതോ സിനിമയുടെ പുറമേയുള്ളൊരു പകിട്ടാണോ നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ ക്യാരക്ടർ സെലക്ഷൻ എങ്ങനെയായിരിക്കും? വളരെ പ്രസക്തമായ ചോദ്യം. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ സിനിമയോ അഭിനയവുമായി ബന്ധപ്പെടാത്ത ബാഹ്യമായിട്ടുള്ള പല കാരണങ്ങളുടെ മുകളിലുമാണ് പല നടികളും നടന്മാരും ചില തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പം അങ്ങനത്തെ ചില ചതിക്കുഴികളിലേക്ക് ശ്രീലക്ഷ്മി കാലെടുത്ത് വെക്കുവോ, അതെയോ ഒരു ശുദ്ധമായ അഭിനയത്തിൻ്റെ ഒരു സബരിയായിരിക്കുമോ? എനിക്ക് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം എന്നാണ് ആഗ്രഹം. ഇപ്പം ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ എന്തോരം ബിഗ് ബഡ്ജറ്റ് മൂവീസ് നമ്മുടെ തിയേറ്ററിൽ ബോക്സ് ഓഫീസ് ഹിറ്റ് ആവാണ്ട് പോകുന്നു. അത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് നായികമാരുടെയും സിനിമകൾ ബോക്സ് ഓഫീസ് ഹിറ്റ് ആവാണ്ട് പോകുന്നു. അപ്പം ഹിറ്റ് ആവുന്നില്ലയോ അതല്ല എൻ്റെ കൺസേൺ. നമ്മൾ ചെയ്താൽ ഓബിയസ്ലി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം, എന്നെ ആ റോളിൽ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം, എൻ്റെ കഥാപാത്രം എല്ലാവരുടെ മനസ്സിലും തങ്ങണം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ശ്രീലക്ഷ്മി. ആദ്യം അഭിനയത്തിൽ ഒരു പ്രതിഫലം കയ്യിലേക്ക് കിട്ടി, ചെറിയ കാര്യമല്ലത്. ഈ ചെറിയ വയസ്സിൽ എത്ര കിട്ടി ഞാൻ ചോദിക്കില്ല. എന്നാ കാരണം അറിയാം, അത് ഇൻകം ടാക്സ് ആരും ഒന്നും എന്നെ പിടിക്കാൻ എന്ത് ചെയ്തു കയ്യിൽ വെച്ചിട്ട്? എനിക്ക് ആദ്യമായിട്ട് അഡ്വാൻസ് തന്നത് അരോമ മണിയങ്കിളാണ്. അയ്യരൻ പാകിസ്ഥാൻ ആണ് സിനിമയുടെ പേര്. പക്ഷെ അതെന്തോ മുടങ്ങിപ്പോയി. പക്ഷെ എനിക്ക് മണിയങ്കിൾ അന്ന് എനിക്ക് അഡ്വാൻസ് ചെയ്തത് 10 രൂപയുടെ കോയിൻ ഇല്ലേ, അങ്ങനത്തെ 30 കോയിൻ തന്നാണ് എനിക്ക് എന്റെ കയ്യിൽ തന്നത്. അതായത് ദക്ഷിണ പോലെ 300 കോയിൻസ് ആണ് എനിക്ക് തന്നത്. അല്ലാണ്ട് അഡ്വാൻസ് വേറെ തരും, പക്ഷെ അല്ലാണ്ട് എനിക്കൊരു ദക്ഷിണയായിട്ട് ആ ഒരു ഇതുപോലെ തന്നത്. ഒരു കിഴി കെട്ടി 10ന്റെ കോയിൻസ് 30 എനിക്ക് തന്നു. അത് ഇപ്പോഴും എൻ്റെ അൽമറയിൽ ഭദ്രമായി ഞാൻ വെച്ചിട്ടുണ്ട്. സിനിമ നടക്കോ നടക്കാതിരിക്കോന്നല്ല, പക്ഷെ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് പ്രതിഫലം തന്നത് മണിയങ്കിളാണ്. പിന്നീട് കിട്ടിയ പ്രതിഫലങ്ങളൊക്കെ എന്ത് ചെയ്തു? കലച്ചേച്ചിലേക്ക് കൊടുത്തോ, അമ്മയുടെ അടുത്ത് കൊടുത്തോ? പിന്നീട് കിട്ടിയ പ്രതിഫലങ്ങളെല്ലാം പഠിക്കേണ്ട ആവശ്യങ്ങളുണ്ടായിരുന്നു. ഹോം ലോൺ തീർക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, കാർ ലോൺ തീർക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, റെന്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ പോകും. അടിച്ചു പൊളിച്ച് കളയുന്നൊരു സ്വഭാവം ഉണ്ടോ കലച്ചേച്ചി? കുറച്ചുണ്ട്, പക്ഷെ അതൊക്കെ അംഗീകരിച്ചു കൊടുത്തിരിക്കുകയാണ്. പഠിക്കുന്ന കുട്ടിയല്ലേ, അപ്പം ഫസ്റ്റ് ഷോ എല്ലാ സിനിമയും ഞാൻ തിയേറ്ററിൽ പോയി കാണും. അതാണ് എൻ്റെ അമ്മ. ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി കുറച്ച് പൈസ ശ്രീലക്ഷ്മി ചെലവഴിച്ചോട്ടെ. അല്ല, അത് എന്നോട് പറഞ്ഞിട്ടാ എടുക്കുന്നത്. അതൊക്കെ എന്റെ കയ്യിൽ തന്നെയാണ്. ഓ അത് ശരി. എന്റെ മേടിച്ചിട്ടാ പോകുന്നത്. എന്റെ മേടിച്ചിട്ട് പോവും. ഇനി ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, അധികം എടുക്കരുത് എന്ന് ഞാൻ പറയും. അപ്പൊ അതനുസരിച്ച് ചെലവ് ചെയ്യത്തുള്ളൂ. ഇപ്പം കലച്ചേച്ചിക്ക് ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടോ? ഇപ്പം
ഉണ്ട്. അമ്പലച്ചേട്ടൻ ഇല്ലാത്തതിന്റെ ആ ശൂന്യത ശ്രീലക്ഷ്മി നികത്തി അത് തുടങ്ങി. നികത്തി തരുന്നത് മകളാണ്. ജീവിതത്തിൽ എന്തൊരു സമാധാനത്തോടെയാണ്. എനിക്ക് തോന്നുന്നു ഒരു മകൾക്ക് ഏറ്റവും കൂടുതൽ സായുജ്യം ഉണ്ടാകുന്ന അങ്ങനെയാണ്. ആക്സിഡന്റ് പറ്റിയ സമയം അമ്മയ്ക്ക് സാരീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു കടയിൽ പോയാലും അമ്മ സാരി നോക്കിയിട്ട് പറയാം, ആ നല്ല രസമുണ്ടല്ലേ ലച്ചു. ഞാൻ അമ്മ മേടിക്കും. അയ്യോ ഇപ്പം മേടിക്കണ്ട, അത് വേണ്ട ലച്ചു. അപ്പം അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും. എന്ന് പറഞ്ഞാൽ ഇപ്പം പപ്പ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കൂലേ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും. ഞാൻ അതെന്താ അമ്മ ഇത്ര ഇൻസെക്യൂർ ആയിരിക്കണേ, അമ്മയ്ക്ക് സാരിയില്ല, ഞാൻ മേടിച്ചു തരൂലേ. അത് വേണ്ട വേണ്ട, അത് നിന്റെ സേവിങ്സിൽ ഇരുന്നോട്ടെ. ഞാൻ പറഞ്ഞെന്താ നാളെ ഞാൻ ചത്തുപോയാൽ എന്ത് ചെയ്യും? ആ 2000 രൂപ കൊണ്ട് എനിക്ക് പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. പക്ഷെ അമ്മയുടെ മനസ്സിൽ നിന്നെ നന്നായിട്ട് ആർപ്പാടുപൂർവ്വം കെട്ടിച്ചുവിടാനുള്ള ഒരു കാണാം അല്ലേ? അല്ലേ? തീർച്ചയായിട്ടും. എത്ര പവനാണ് കലാചേച്ചി മുടക്കാൻ തീരുമാനിച്ചത്? ഞാനിപ്പോ കെട്ടാൻ പോകുന്നില്ല, ഇനി ഇത് കണ്ട് പ്രപ്പോസൽ പരസ്യമായിട്ട് പറയണോ? പരസ്യമായിട്ട് പറയണ്ട. പക്ഷെ എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞു ശ്രീലക്ഷ്മി, അമ്മയാണോ കണക്കുകൂട്ടലുകൾ ആരംഭിച്ചിട്ടുണ്ടാവും? കണക്കൂട്ടൽ അമ്പിളിച്ചേട്ടൻ തന്നെയാണ് ആദ്യമേ ആരംഭിച്ചത്. അമ്പിളിച്ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ മൂത്ത മകളേക്കാൾ 1 പവനെങ്കിലും കൂടുതൽ എൻ്റെ ഈ മകൾക്കിട്ടേ ഞാൻ അയക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്ത് കൊടുത്തു അതിൽ നിന്ന് 1 രൂപയെങ്കിലും കൂടുതൽ ഇവർക്ക് ഞാൻ ചെയ്യത്തുള്ളൂ എന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇങ്ങനെയായി. ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. എത്രാം വയസ്സിൽ ശ്രീലക്ഷ്മി കല്യാണം കഴിക്കണം എന്നൊക്കെയാണ്? അവർക്ക് 25 വയസ്സിൽ മതി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. 25 വയസ്സിൽ ഇവളെ കെട്ടിക്കും അല്ലേ? കഴിഞ്ഞിട്ട് 25-26 കെട്ടിക്കണം. എനിക്ക് ടെൻഷനായി തുടങ്ങി ഇപ്പോഴേ. അല്ല അപ്പോഴേക്കും സിവിൽ സർവീസ് ആയാലോ? ആയിക്കോട്ടെ. എന്തായാലും മറ്റേല് മാറ്റമില്ല. ഇല്ല അത് കൊടുക്കാനുള്ള കൊടുക്കും. അതല്ല 25-26 മാറ്റമില്ല. ഇല്ല അതപ്പോ തന്നെ നടത്തി. 26 ആണ്. ലാസ്റ്റ് 26 അപ്പൊ ഇല്ല. അപ്പൊ റെഡിയാണ്. വരട്ടെ. ശ്രീലക്ഷ്മിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പത്തിലെ കലാകായിക മത്സരങ്ങൾ വളരെ മുൻപിലായിരുന്നു. അവളുടെ അച്ഛൻ്റെ എല്ലാവിധ ഗുണങ്ങളും കിട്ടിയിട്ടുള്ള കലാപരമായിട്ടാണെങ്കിലും എല്ലാ രീതിയിലും ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള മകളാണ് അവൾ. അതുകൊണ്ട് തന്നെയാണ് അവൾ അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളായി തീർന്നത്. ജഗദീഷ് ശ്രീകുമാർ എന്ന നടൻ്റെ മകളായി ഏറെ അറിയപ്പെട്ട ശ്രീലക്ഷ്മി ആ അച്ഛൻ്റെ മകളായി അറിയപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ നിമിഷം ഏതൊക്കെയാണെന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? ബന്ധുവാണല്ലേ? എന്റെ അമ്മയുടെ ബ്രദറാണ്. ഇപ്പം എന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് മാമനാണ്. അതെ അമ്മാവനാണ്. ഇളയ അമ്മാവൻ. എന്ത് ടെൻഷനല്ലേ ഫേസില്. അവനിങ്ങനെ ശ്രീലക്ഷ്മിയെ പോലെ അങ്ങനെ ക്യാമറ ഫ്രണ്ട്ലി അല്ലല്ലോ. പക്ഷേ കലച്ചേച്ചി എനിക്കൊന്ന് സിനിമയിലേക്ക് അഭിനയിച്ചുകൊണ്ടാണ് വളരെ കൂളായി ഇരിക്കുന്നത് അല്ലേ? ഇല്ല തുടങ്ങിയപ്പോ ഇത്തിരി ടെൻഷൻ ഫേസിലുണ്ട്. എനിക്കറിയാലോ. അതിനിപ്പോ കൂളായി. ഏറ്റവും അഭിമാനം തോന്നിയൊരു മുഹൂർത്തം? ഞാനും പപ്പയും ഒരുമിച്ച് സ്റ്റേജിലിരുന്ന് പപ്പ പ്രസംഗിച്ചു, അതിനുശേഷം ഞാൻ പ്രസംഗിച്ചു. ഞാനും പപ്പയും ഒരുമിച്ച് വേദിയിൽ ഗസ്റ്റ് ആയിരുന്ന നിമിഷം ദാറ്റ് വാസ് ലൈക്ക് അതൊരു ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയത് ശ്രീലക്ഷ്മിക്കാണോ? സത്യം പറ. രണ്ടുപേർക്കും കൈയടി കിട്ടി കേട്ടോ. പക്ഷെ പിള്ളേരായിരുന്നു അവിടെ കൂടുതലും. സ്കൂളിലായിരുന്നു. അപ്പം കുറച്ച് നമുക്ക് സ്കൂളിൽ ഒരാളെ കൊണ്ടുവരണം. അങ്ങനെയാണ്. ഒരു വലിയ പിതാവിൻ്റെ മകളായിരുന്നു ശ്രീലക്ഷ്മി. എൻ്റെ ഒരു ആഗ്രഹം ആ പിതാവിനേക്കാൾ വലിയ മകളായി ശ്രീലക്ഷ്മി മാറണം. ദൈവം കഴിവ് തന്നിട്ടുണ്ട്. ആ കഴിവ് വികസിപ്പിച്ച് അപ്പനേക്കാൾ വലിയ വ്യക്തിയായിട്ട് ശ്രീലക്ഷ്മി മാറുന്നത് കാണുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ശ്രീലക്ഷ്മി എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാലും സന്തോഷം. സ്കൂൾ പ്രിൻസിപ്പൽ അല്ലേ? അതെ, ക്രൈസ്റ്റ് നഗറിലെ എൻ്റെ പ്രിൻസിപ്പലായിരുന്നു തെങ്ങമ്പള്ളി അച്ഛൻ. എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സിനിടയിൽ അല്ലെങ്കിൽ എന്നെയും പപ്പേനെയും ഏറ്റവും നന്നായിട്ട് അറിയാന്നുള്ള ഒരു വ്യക്തി തെങ്ങമ്പള്ളി ഫാദറാണ്. എന്ന് വെച്ചാൽ അച്ഛൻ എന്നോട് പലപ്പോഴും ചോദിക്കും, 10ാം ക്ലാസ്സായ മോളെ കാറിൽ മടിയിരുത്തിക്കൊണ്ട് പോകുന്ന അപ്പനെ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത് എന്ന് എന്നോട് ചോദിക്കും, പപ്പയോടും ചോദിക്കും. അപ്പം അച്ഛൻ്റെ സ്കൂളിലായിരുന്നു ഞാനും പപ്പയും ഗസ്റ്റായി പോയതും. ഞങ്ങൾ രണ്ടുപേരും ഒരു വേദിയിലിരുന്ന് അതെ അല്ലേ? ശരി തന്നെയാണോ? ആണോ? ശരിയാണ്. അച്ഛനെ കിട്ടിയേക്കാളും കൂടുതൽ കൈയടി മോൾക്ക് കിട്ടി. നേരത്തെ പിള്ളേർക്കെല്ലാം ചോക്ലേറ്റ് മേടിച്ചു കൊടുത്തിരുന്നോ? അങ്ങനെയൊന്നും കൊടുത്തില്ല. അച്ഛൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് തീർച്ചയായും. ഈ അച്ഛൻ്റെ, അതായത് ഈ അമ്പിളി അച്ഛനേക്കാളും കഴിവുള്ള വെല്ലുന്നൊരു മകളായിട്ട് മാറണമെന്ന് ഒരു ടാർഗറ്റാണ്. പക്ഷേ അത് ശ്രീലക്ഷ്മി വലിയൊരു ഉത്തരവാദിത്വം. എന്താ കാരണം അറിയോ? വലിയൊരു ഉത്തരവാദിത്വം. സാധാരണ ഒരു നടി വരുന്ന പോലെയല്ല. അമ്പിളിച്ചേട്ടൻ്റെ മകളാന്ന് പറയുമ്പോൾ തന്നെ
അങ്ങ് കയറി പോൾ വാൾട്ടിൽ കയറ്റി ഇട്ടിട്ട് ഈ ആൾക്കാർ അതിന്റെ മുകളിൽ കൂടെ ചാടണം, അതിന് മേലെ കൂടി ചാടണം. അതിനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അല്ലേ? മൂപ്പറ ചാട്ടം എന്ന് പറഞ്ഞാൽ ചെറിയ ചാട്ടമായിരുന്നില്ല. ലോങ് ജമ്പും ഹൈ ജമ്പും ട്രിപ്പിൾ ജമ്പൊക്കെ ഒരുമിച്ച് ആടിക്കൊണ്ടിരുന്ന ആളാണ്. അതെ. എന്തൊരു ചാട്ടമാണ് ചാടിയത്. അപാരം. എനിക്കൊന്ന് ഹൈ ജമ്പ് എന്ന് പോലും പറയാൻ പറ്റില്ല സാറ് പറഞ്ഞ പോലെ. അതും പപ്പ പക്ഷെ അത്ര ഡെഡിക്കേറ്റഡ് ആയിരുന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ട് 17 വയസ്സ് കഴിഞ്ഞപ്പോൾ എന്തോ ചെന്നൈയിൽ പോയി സിനിമയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ പപ്പയുടെ അച്ചാച്ചൻ്റെ ആഗ്രഹം പപ്പയെ ഒരു IAS കാരനാക്കണം എന്നായിരുന്നു. പക്ഷെ പപ്പയ്ക്ക് നേവിക്കാരനാകണം എന്നായിരുന്നു ആഗ്രഹം. പപ്പയ്ക്ക് അങ്ങനെയായിരുന്നു ആഗ്രഹം. ഒപ്പം സിനിമയും. പക്ഷെ പപ്പ എല്ലാം ഉപേക്ഷിച്ച് സിനിമയിലേക്ക് വന്നു. എന്നിട്ട് എന്നെ പപ്പയ്ക്ക് നേവിക്കാരനാകാൻ ആഗ്രഹമായിരുന്നുണ്ട് സ്കൂളിൽ വെച്ച് തന്നെ എന്നെ NCC ചേർത്തു. ഈ ശരീരം വെച്ച് ഞാൻ പറഞ്ഞു പപ്പ എനിക്ക് പറ്റുന്നില്ല, ഇനി NCC വിടരുത്. അങ്ങനെ NCC ഞാൻ ഒഴിഞ്ഞു. പക്ഷെ IAS ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ എൻ്റെ അപ്പനെ പറ്റിച്ച് ഓടി. പക്ഷെ നീ ഇനി ഞങ്ങൾ രണ്ടുപേരെയും പറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ അത് അച്ചാച്ചൻ്റെ ആഗ്രഹമായിരുന്നു ഇതിങ്ങനെ തലമുറയായിട്ട് ഇങ്ങനെ പങ്കിട്ടു. ഈ പടങ്ങളൊക്കെ തിയേറ്ററിൽ പോയി കാണുമ്പോൾ എന്താ ശ്രീലക്ഷ്മി? ഞാൻ ആ സമയം ജനിച്ചിട്ട് പോലും പിന്നീട് കാണുന്നുണ്ട്. പിന്നീട് ഞാൻ സ്ക്രീനിൽ TV വരുമ്പോൾ കാണുമ്പോൾ ഞാനിങ്ങനെ അയ്യോ പപ്പ എങ്ങനെയാ പപ്പ അതങ്ങനെ ചാടിയേ, അങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റിയാ കുഞ്ഞിലെ. ഈ പപ്പ എങ്ങനെ രാവിലെ ഷൂട്ടിംഗ് പോകണമെന്ന് പറഞ്ഞു പോകും, പക്ഷെ TV-യുടെ അടുത്തോട്ടല്ലല്ലോ പോകുന്നത്, പിന്നെ എങ്ങനെ പപ്പ TV-ക്കുള്ളിൽ കയറും? അതായിരുന്നു ആദ്യത്തെ ചോദ്യം. ഞാൻ പപ്പ ബായി പറഞ്ഞ് കാറിൽ കയറി പോവല്ലേ, പക്ഷെ പപ്പ പിന്നെ TV ഇടുമ്പോ TV-യിലാണല്ലോ വരുന്നത്. പക്ഷെ പപ്പനെ ഞാൻ TV-യുടെ പുറകെ പോകുന്നതും കണ്ടിട്ടില്ല. അപ്പൊ പപ്പ എങ്ങനെ TV-യുടെ ഉള്ളിൽ കയറണേ? എന്റെ പ്രധാനപ്പെട്ട സംശയം അതായിരുന്നു, എങ്ങനെ TV-ക്കുള്ളിൽ പപ്പ കയറുന്നു. അങ്ങനെ പിന്നെ എന്നെ പപ്പ ഒരു ആഡ് ചെയ്യിപ്പിച്ചു ബേബി ഓയിലില്. എന്നിട്ടുണ്ട് ഇനി നീ കണ്ടോ നീ എങ്ങനെയാ TV-യുടെ ഉള്ളിൽ വന്നേന്ന്. ഓക്കെ, അങ്ങനെ എന്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്ന ഒരാളായിരുന്നു. ഇത്രയും ഭംഗിയായി ഹാസ്യം ചെയ്യാൻ ഈ ചലച്ചിത്ര ലോകത്ത് മറ്റാരും കഴിഞ്ഞില്ല. ഒരുപാട് പേർ വന്നിറങ്ങിപ്പോയി. പക്ഷേ ജഗതി ശ്രീകുമാർ എന്ന നടൻ അന്നും ഇന്നും എന്നും മലയാള ഹാസ്യ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ആ കഴിവ് തീർച്ചയായും മറ്റ് പലർക്കും കഴിയാതെ പോയ ആ കഴിവ് നിലനിർത്താൻ ചലച്ചിത്ര ലോകത്ത് ശ്രീലക്ഷ്മിക്ക് ഹാസ്യരസപ്രധാനമായ കഥാപാത്രങ്ങൾ ചെയ്യുന്നതിനോട് താല്പര്യമുണ്ടോ? അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ അത് അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നതിനോട് എന്താണ് ശ്രീലക്ഷ്മിയുടെ അഭിപ്രായം? ചെയ്യാൻ പറ്റുമോ ശ്രീലക്ഷ്മി? അയ്യോ എനിക്ക് സത്യമായിട്ടത് അറിയില്ല കേട്ടോ. എന്നാൽ ഒരാളെ കരയിപ്പിക്കാൻ പിന്നെയും നമുക്ക് ഈസിയാണ്, പക്ഷെ ഒരാളെ ചിരിപ്പിക്കാന്ന് പറഞ്ഞാൽ എത്ര ഇക്കിളി ഇട്ടാലും ചിരിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഒരാളെ ചിരിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് മനസ്സ് തുറന്ന് ചിരിപ്പിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്, മോസ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അപ്പം എനിക്ക് ആൾക്കാരെ ചിരിപ്പിക്കാൻ കഴിവുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കലച്ചേച്ചി എങ്ങനെ വീട്ടില് ഇവള് കുറുമ്പും നർമ്മവും തമാശയൊക്കെ ഉണ്ടോ? അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല. എങ്കിലും അത് അമ്പിളിച്ചേട്ടൻ വീട്ടിൽ അങ്ങനെ തമാശയില്ലല്ലോ. അതെ, പുള്ളിക്ക് അതാണ് സ്ക്രീനിൽ മാത്രമേ ഉള്ളൂ. വീട്ടിലാള് യഥാർത്ഥ ജീവിതത്തിൽ വളരെ കർക്കശക്കാരനാണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള. ഒരുപക്ഷെ ആ ഒരു സ്വഭാവം കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ വേണമെങ്കിൽ തിമിർത്താടാൻ പറ്റും. നോക്കണം ഇനി അങ്ങനെ ഒരു. എന്തായാലും ശ്രീലക്ഷ്മി വലിയ വലിയ വെല്ലുവിളികളാണ് ഇനി ജീവിതത്തിലുള്ളത്, പക്ഷെ അതൊക്കെ അവസരങ്ങളുമാണ്. എല്ലാ ചലഞ്ചും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് തോന്നുന്നു ജീവിതത്തിലെ ഏറ്റവും സംഘർഷ നിർഭരമായിട്ടുള്ള സാഹചര്യങ്ങൾ അവസാനിച്ച് പുതിയൊരു ഭാസുരമായിട്ടുള്ള ഒരു വീതിയിലേക്ക് ശ്രീലക്ഷ്മിയും ഒപ്പം സാധാരണത്തിൽ മകളുടെ കൈപിടിച്ച് അമ്മ നടക്കുകയാണ് ചെയ്യേണ്ടത്, പക്ഷേ ഇന്ന് അമ്മയുടെ കൈപിടിച്ച് മകൾ മുമ്പോട്ട് നടക്കുകയാണ്. അതാണ് നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സത്യം. ആ കൈകൾ എപ്പോഴും മുറുക്കെ പിടിക്കട്ടെ, മുമ്പോട്ട് ഒരുപാട് പോകട്ടെ. അമ്പിളിച്ചേട്ടൻ ഒരുപക്ഷെ ബോധ നിലവാരത്തിലേക്ക് വരികയും സംസാരിക്കാൻ കഴിയുകയും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യുമ്പോൾ അഭിമാനിക്കാനുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ കൊച്ചു പെൺകുട്ടി പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും നേരം നമ്മളുമായിട്ട് സമയം ചെലവഴിച്ചതിന് മകൾക്കും അമ്മയ്ക്കും. ഇപ്പം പലപ്പോഴും ഈ പ്രോഗ്രാം വരുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ എൻ്റെ പപ്പ ഈ സീറ്റിൽ വന്നിരുന്നെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ പ്രേക്ഷകർക്ക് അറിയാൻ പറ്റിയേനെ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്കാണ് ആ ഒരു അവസരം കിട്ടിയത്. എന്നാലും എന്താ പറയുക, ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോഴാണ് ജീവിതം എന്താണെന്ന് നമ്മൾ അറിയുന്നത്. നമ്മൾ കോളേജിൽ പോയാലും
നമ്മുടെ കയ്യിലൊരു 100 രൂപ ഉണ്ട് എന്നാൽ നമ്മൾ റിച്ച് ആണ്, അല്ലെങ്കിൽ ഒരു കാറിൽ പോയി എന്നാൽ നമ്മൾ ലൈഫ് കളർഫുൾ ആണ്, നമ്മുടെ അപ്പനും അമ്മയുണ്ട് അപ്പൻ്റെ കാശ് കൊണ്ട് ജീവിക്കാം അല്ലെങ്കിൽ അമ്മയുടെ കാശ് കൊണ്ട് ജീവിക്കാം എന്ന് ആർക്കെങ്കിലുമൊക്കെ അങ്ങനത്തെ ആഗ്രഹമുണ്ട്, അതായത് സുഖമായി ജീവിക്കുക എന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു തോട്ട് ഒരിക്കലും മനസ്സിൽ വെക്കരുത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സുഖിക്കുമ്പോൾ ദൈവം അത് മേലേന്ന് കാണും. എൻ്റെ അച്ഛൻ എന്തുമാത്രം വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അന്ന് പപ്പ ചെലവിന് തരുന്നു, നമ്മൾ അടിപൊളിയായി ജീവിക്കുന്നു, അങ്ങനെയാണ്. പക്ഷേ പപ്പ എന്തുമാത്രം ഉറക്കം ഒഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ എന്തുമാത്രം വെയിലിൻ്റെ ചുവട്ടിൽ നിന്നിട്ടാണ്, അല്ലെങ്കിൽ എന്തോരം ലൈറ്റ്സിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് ആ കാശ് ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് ഇപ്പോഴാണ്. അന്ന് ചിലപ്പോൾ ഞാൻ പപ്പ ഒരു ഡ്രസ്സിന് കാശ് തന്നെ ഞാൻ ചിലപ്പോൾ പിണങ്ങുമായിരിക്കും, എന്താണ് എനിക്ക് ഡ്രസ്സ് മേടിച്ച് തരാൻ പറ്റൂലേ, നമ്മൾ പിണങ്ങുമായിരിക്കും. പക്ഷേ ദൈവത്തെ ഓർത്ത് ലൈഫ് എല്ലാവരും മെച്യൂറായി കാണുക, ഒട്ടും ഇമ്മെച്യൂറായിട്ട് ആരും ലൈഫിൽ ആക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ. എസ്പെഷ്യലി ഗേൾസ് ഒരുപാട് ഈ കുറേ ടോക്കറ്റീവായി ബബ്ലീസ് നടക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ലൈഫ് മാക്സിമം മെച്യൂറായി കാണണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. സ്വാമിനി ശ്രീലക്ഷ്മി ആൺപിള്ളേർ എപ്പോഴും ബോൾഡ് ആണല്ലോ, പക്ഷെ പെൺപിള്ളേരാണ് പൊതുവെ എപ്പോഴും ഷൈ ആയി പോകുന്നത്. ഒരുത്തൻ നോക്കിയാൽ ചിലപ്പോൾ ഇപ്പുറത്ത് നിന്ന് കരയും, അയ്യോ അവൻ എന്നെ നോക്കി, അങ്ങനെ ആവല്ലേ. നമ്മൾ തിരിച്ച് പ്രതികരിക്കാനുള്ളത് പഠിക്കണം, അത്രേ ഉള്ളൂ. ശ്രീലക്ഷ്മി, ഈ ഒരു തൻ്റെ ഇടവും ഈ ഒരു നിശ്ചയദാർഢ്യവും ഈ പറഞ്ഞ പോലൊരു ദിശാബോധവും എന്നും ശ്രീലക്ഷ്മിക്ക് ഉണ്ടാകട്ടെ, ഒരിടത്തും ഇടറാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.